സഹാബി, 2 ഹിജറ ചെയ്ത സഹാബി, 2 ഹിജറ ചെയ്ത സഹാബി അബ്സീനിലേക്ക് ഹിജറ ചെയ്തു, മദീനത്തേക്ക് ഹിജറ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജറ ചെയ്തു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം ഹിജറ ചെയ്ത 2ാമത്തെ ആളാരെന്നറിയോ? അതെന്റെ ഉസ്മാനാണ്, ഉസ്മാനാണ്, ഉസ്മാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിലോട്ട് കടത്തണം. ഇന്ന് ഇറങ്ങി പോകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ മോഡലാവണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും വന്ധ്യവയോധികന്മാർക്കും ഒരേപോലെ റോൾ മോഡലായി മാറുന്ന ചരിത്രത്തിന്റെ അപൂർവമായ നിമിഷങ്ങളെ തന്റെ ജീവിതം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ അപൂർവമായ ഭാഗ്യം കിട്ടിയ ആളാ. ഒരു പ്രവാചകന്റെ 2 പെൺമക്കള്, ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ ലോകത്തേതെങ്കിലും ഒരു പുരുഷന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നബിയുടെ 2 പെൺമക്കള്, ഒരു പ്രവാചകന്റെ 1 മകളെയൊക്കെ വിവാഹം ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം ചെയ്തത് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളെയാ. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല അടിമയായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹ്, നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ ആദ്യം റുഖിയ റളിയല്ലാഹു തആല വിവാഹം ചെയ്തു. ബദർ യുദ്ധത്തിന്റെ സമയം നടക്കുമ്പോൾ റുഖിയ റളിയല്ലാഹു അൻഹ വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, സ്വന്തം മകൾ വഫാത്താകുമ്പോ എന്റെ പൊന്നു ചെറുപ്പക്കാരെ മനസ്സിലാക്കുക, സ്വന്തം മകൾ വഫാത്തായി കഴിഞ്ഞപ്പോ മരുമകൻ വിവാഹിതനായി നടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മരുമകന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്ര ഉസ്മാൻ 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 റളിയല്ലാഹു അൻഹു എന്റെ 2ാമത്തെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരികയാ. ഉമ്മു കുൽസൂമുമായി ജീവിതം ആരംഭിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന കാലഘട്ടമാകുമ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരീക്ഷണങ്ങളേറെ വാങ്ങിച്ച സഹാബി. ആദ്യത്തെ ഭാര്യ വഫാത്തായി, 2ാമത് വിവാഹം ചെയ്തു കൊടുത്തു. ആ പെണ്ണും വഫാത്തായി. തന്റെ പ്രിയപ്പെട്ട 2ാമത്തെ മകളുടെ ജനാസ അടക്കിയിട്ട് അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ പെരുമ്പാവൂർ പ്രദേശത്ത് എവിടെയോ ആണ് ഒരു ഉസ്താദിന്റെ ഭാര്യ മരിച്ചത്. വെള്ളം ചുമന്നിട്ടോ കുളിച്ചിട്ട് തിരിച്ചു കയറി വരുമ്പോ ഒരു മരത്തിന്റെ കൊമ്പടിഞ്ഞ് തലയിൽ വീണിട്ടാണ് ഒരു പള്ളിയിലെ ഇമാമിന്റെ ഭാര്യ മരിച്ചു പോയത്. അല്ലാഹുവേ, ഈ ഭാഗത്തോട് അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹുവേ. ഒരു കൂരയുടെ വീടിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹുവേ, ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പേ, സ്നേഹിച്ചു കൊതി തീരുന്നതിന് മുമ്പേ അല്ലാഹുവേ, പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് നീ വിട്ടു പിരിപ്പിക്കല്ലേ അല്ലാ. പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് വിട്ടു പിരിപ്പിക്കല്ലേ അല്ലാ. രാവിലെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവ് വൈകുന്നേരം വഴിക്കണ്ണുമായി കാത്തിരിക്കുമ്പോ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുറ്റത്ത് വരുമ്പോ അല്ലാഹുവേ, എന്റെ ഭാര്യ മക്കളും കിടന്ന് നിലവിളിക്കുമ്പോ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. അല്ലാഹുവേ, മക്കള് വിളിക്കുമ്പോ ഭാര്യ വിളിക്കുമ്പോ ആ ഒരവസ്ഥയിൽ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. താൻ വിവാഹം ചെയ്തു കൊടുത്ത ആദ്യത്തെ മകളും മരിച്ചു, 2ാമത്തെ മകളും മരിച്ചു. തന്റെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ മയ്യത്തടക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കബറിടത്തിന്റെ ചാരത്ത് നിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്ര ഉസ്മാനേ, 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 എനിക്ക് 3ാമതൊരു പെൺകുഞ്ഞു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ പിടിച്ചു തന്നെ 3ാമത്തെ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സഹാബത്ത് എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ അവരനുഭവിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, എന്നിട്ടും അവർക്ക് വേണ്ടി ആയത്തിറങ്ങി, ഉസ്മാനെ നീ എന്റെ ഏറ്റവും നല്ല അടിമയാ, നീ എന്റെ ഏറ്റവും നല്ല അടിമയാ. ചിന്തിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പുതിയ വിഷയത്തിലേക്ക് സഹാബത്തിന്റെ കഥ പറയുമ്പോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ കണ്ണ് നിറയാറില്ലേ? അവര് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിന്റെ വാതിലിൽ പിടിക്കുന്നത് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നാളെ സ്വർഗത്തിൽ ആദ്യം കൈപിടിക്കുന്നത് അവിടെയല്ലേ? അള്ളാഹു നമ്മളെ അവരുടെ കൂടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹുവിടെ എത്തിക്കുമാറാകട്ടെ. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? ഈ സഹാബത്തിന്റെ പുറകിൽ നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വയൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസിലൽ മലായികതു തൻസീലാ. വയൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസിലൽ മലായികതു തൻസീലാ. നാളെ പരലോകത്ത് ആകാശം പൊട്ടിപ്പിളരും, മഹിശറ ഹാജരാകും. ആ സമയത്ത് മഹിശറ തുടങ്ങുമ്പോ ആകാശ ലോകത്തിന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന്. നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടമായി ഇറങ്ങി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് തീരേണ്ട താമസം, ഈ ആയത്ത് ഇറങ്ങേണ്ട താമസം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ മലക്കുകൾ ഇറങ്ങി വരുന്നത്? മഹിസറയിൽ എങ്ങനെയാണ് നബിയെ മലക്കുകൾ ഇറങ്ങി വരുന്നത്? ഈ സഹാബത്തിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? അല്ലാഹുവിന്റെ ജീവിതത്തെക്കാൾ വലുതാണ് വഫാത്ത്. അത് കരയാണ്, പറയാൻ കഴിയില്ല. അതും പറഞ്ഞേ നമ്മൾ ഇവിടെ നിന്ന് പിരിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അങ്ങനത്തെ വഫാത്താ. പക്ഷേ പരലോകത്തവരുടെ പുറകിൽ നിൽക്കണമെങ്കിൽ സഹാബത്ത് ചോദിച്ചു, നബിയെ കൈഫ യുജാഉ ബിക കൈഫ യൻസിലു ബിക യാ റസൂലല്ലാഹ്. മലക്കുകൾ കൂട്ടമായിട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ അവരൊച്ചത്തി വിളിച്ച് പറഞ്ഞുകൊണ്ടാ വരിക, ദിക്ർ പറഞ്ഞുകൊണ്ടാ. കോടി മലക്കുകൾ ഒരേ സമയത്ത് ദിക്ർ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഏത് ദിക്റാണ് നബിയേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ ഇറങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ പറയുന്ന ദിക്ർ ഏതാ? അതും കൂടെ പഠിച്ചോളി. വാത് കഴിഞ്ഞ രണ്ട് ദിക്ർ ഞാൻ പഠിപ്പിച്ചു. ഒന്ന് സുബ്ഹാനല്ലാഹി, ഉറക്കെ. ഇതാണ് മനുഷ്യന്മാരെ ഈ സദസ്സിന്റെ പ്രതിഫലം. ഇത് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് സ്വീകരിക്കും. സ്വീകരിക്കാതിരിക്കൂല. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ മുമ്പിൽ വന്നിട്ട്, ഉസ്താദേ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, എനിക്ക് വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, ആകെയുള്ളത് എന്റെ ഭാര്യ. 20 വർഷമായി കുട്ടികളില്ല. ഇപ്പൊ അവളും എന്നെ വേണ്ടാന്ന് പറയുന്നു. ഉസ്താദ് അവർക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല. ആ ഒരു 48 വയസ്സെന്ന മനുഷ്യന് ഷാർജയിൽ ജോലിയാ. ഉസ്താദെ ദുആ ചെയ്യണം, എന്റെ ഭാര്യയും പോയ എനിക്ക് ആരുമില്ല, വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ആരുമില്ല. 6666 സദക്കയിൽ തന്നിട്ടുണ്ട്. മിനിങ്ങാന്ന് പുരാമന്തോട് ഞാൻ വാത് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ആളുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിന്റെ പേരിൽ അവകാശവാദമൊന്നും വേണ്ട. കുറച്ചാളുകളുണ്ട്. അപ്പോ അയാളിനെ കാണാൻ ഉസ്താദെ കൊണ്ടുവന്നിട്ട് ഒരു സ്വർണത്തിന്റെ വാള, ഭാര്യയുടെ കൈ കിടന്ന ഒരു സ്വർണത്തിന്റെ വാള എന്റെ കയ്യിൽ തന്നു. ഉസ്താദെ ഇന്നത്തെ സദസ്സി ദുആ ചെയ്യണം, ഇത്രേ ആളുകളുള്ളതല്ലേ. എന്താ? ഇന്ന് രാവിലെ ഭാര്യ പോയി ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് അനുകൂലം. അള്ളാഹുവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കണം. ഇത് അഹമ്മദ് കബീറിന്റെ അവകാശവാദമൊന്നുമല്ല. ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ. എന്നെ സംബന്ധിച്ചോളം ചിലപ്പോ എന്നെ അകലേന്ന് നോക്കി എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടെന്ന് തോന്നും. അങ്ങനെ തന്നെ തോന്നട്ടെ, അതങ്ങനെ ഇരിക്കേണ്ടതാണല്ല. അടുത്ത് വന്നാൽ ഞാൻ ആകെ ഒരു വളരെ പാവപ്പെട്ടതാണ്. ഞാൻ അലി ബാക്കവിയൊക്കെ ഒന്നിച്ച് പഠിച്ച ആള്.
എന്നെ വെള്ളിയാഴ്ച വിളിക്കാൻ വേണ്ടി എന്റെ റൂമിൽ ഞാൻ അവരെ വാതിലിന് മുമ്പിൽ ചേലക്കുള ഉസ്താദ് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അപ്പൊ തന്നെ എന്റെ റൂമിന്റെ അകത്തോട്ട് കയറ്റി. കാരണം അവരങ്ങനെ നിൽക്കേണ്ടവരല്ല. നമ്മളൊക്കെ ഇവരൊക്കെ എന്നേക്കാൾ വലിയ ആളുകളാണ്. പക്ഷെ അള്ളാഹ് എന്തുകൊണ്ടോ അവ പരീക്ഷിക്കാനാണോ അതെന്റെ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. നാവിനൊരു പച്ച തന്നതുകൊണ്ട് മേപ്പോട്ടി പോയതാണ്. അത് ആളുകൾ കൂടുതലായതുകൊണ്ട് മേപ്പോട്ടായത് ഞാൻ ചിന്തിക്കുന്നുമില്ല. സിദ്ദീഖ് ഞാനൊക്കെ ഒന്നിച്ച് അവരെന്റെ സീനിയറായിട്ട് വിളിച്ച ആളുകൾ. അലിബാക്കവി എന്റെ സീനിയർ, ഞാൻ എപ്പോഴും ജൂനിയറാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പള്ളിക്കര ഉസ്താദൊക്കെ ദർസ് നടത്തുമ്പോൾ ഞാനപ്പോ അവാമിൽ ഓതിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ വലിയ ആളുകളാണ്. പക്ഷേ അള്ളാഹ് നാക്കിന് ചിലപ്പോ അതൊരു വലിയ മിടുക്കൊന്നുമല്ല, അതൊരു വലിയ മിടുക്കായിട്ട് കിടക്കേണ്ട കാര്യമില്ല. പിന്നെ അള്ളാഹ് തരുമ്പോ ഞാൻ എവിടെയോ പറഞ്ഞപ്പോ, ഞാൻ മലപ്പുറത്ത് പറയുമ്പോൾ ഞാൻ ഇതൊരു ട്രെൻഡാ എന്ന് പറഞ്ഞപ്പോ ബഹുമാനനായ കോട്ടുമല ബാപ്പു മുസ്ലിം അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ, എന്നോട് പറഞ്ഞു, ബാക്കവി ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ പറയണം ഇതൊരു കബൂലിൻ ഹസനാണ്, ഇതൊരു കബൂലിൻ ഒരു ട്രെൻഡാന്ന് പറയരുത്. കോട്ടുമല ഉസ്താദ് എന്നെ തിരുത്തി തന്നു. നാളെ എനിക്ക് കോട്ടുമല അക്കാഡമിയിലാവുന്നു, കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ കോളേജിലായിട്ട് പോകുന്ന ആള്. മിനിങ്ങാന്ന് ജാമിയാനൂരിയുടെ മുറ്റത്തായിരുന്നു പട്ടിക്കാട് യത്തീങ്ങാന ജാമിയാനൂരിയുടെ മുറ്റത്ത് ആലിക്കുട്ടി ഉസ്താദിന്റെ യത്തീങ്ങാനയിൽ റാബിത്തയുടെ ഫണ്ട് നിന്നുപോയി, യത്തീങ്ങാന നിന്നു. 600-ലധികം യത്തീം മക്കളുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞ ബാക്കവി എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ, അവിടെ യത്തീങ്ങാന 600 കുട്ടികൾക്ക് ഭക്ഷണത്തിനില്ല. അൽഹംദുലില്ലാഹ് ബാദു പറഞ്ഞു 32 ലക്ഷം രൂപ എടുത്തു. ഒറ്റ ദിവസം 32 ലക്ഷം രൂപ. കോട്ടുമല ഉസ്താദ് എന്നോട് ഇത് കബൂലിൻ ഹസനാണ്, ട്രെൻഡല്ല, ഇത് അള്ളാഹു സ്വീകരിച്ചതാണ്. അങ്ങനെ പറയും, അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ ഭാര്യ 20 വർഷത്തിന് ശേഷം ഗർഭിണിയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അല്ലാഹുവേ നീ ഇവർക്കൊരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ അല്ലാഹ്. എന്തുകൊണ്ടാ ഈ ഓരോ രാത്രിയിലും സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ അല്ലാഹു ആമീൻ സ്വീകരിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് കരുതുമ്പോ, അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത. ആ സമയത്ത് സഹാബ ഈ ദിക്റ് പറഞ്ഞുകൊണ്ട് മലായികത്തുകൾ മഹിസ്രലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ, ആ സമയത്ത് എന്റെ ബുറാഖിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ മഹിസ്രയിൽ ഉണ്ടാവുമെന്ന്. എന്റെ ബുറാഖിന്റെ പുറത്ത് 7 ആകാശങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് താണ്ടിക്കിടന്ന ഏറ്റവും അതിദ്രുത ഗമന വാഹനമായ ബുറാഖിന്റെ മുകളിൽ ഞാനവിടെ മഹിസ്രയിലുണ്ടാവും. എന്റെ തൊട്ടു മുമ്പിലുണ്ട്, എന്റെ തൊട്ടു മുമ്പിലായി എന്റെ കുതിരപ്പുറത്തുണ്ടാവും എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമേ ഹബീബി ഫാത്തിമത്ത് സഹ്റ. എന്റെ ബുറാഖിന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടാകും. ഈ കണ്ണന്തറയിൽ എന്നെ ശ്രമിക്കാനെത്തിയ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഫാത്തിമയുടെ മുമ്പിലെത്തണ്ടയോ, അവിടെ പുറകിൽ നിൽക്കണ്ടയോ? ആ സമയത്താണ് റസൂലുള്ള സഹാബത്തിനോട് പറയുന്ന, സഹാബ എന്റെ ബുറാഖിന്റെ മുകളിൽ ഞാനിരിക്കുമ്പോ, എന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് ഫാത്തിമ നിൽക്കുമ്പോ, എന്റെ തൊട്ടു പുറകിൽ വരുന്നുണ്ടാവും ബാങ്കം വിളിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടു പുറകിൽ മഹിസ്രയിൽ വരുന്നുണ്ടാകും കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള ഹബശിയായ ഉത്തമയുടെ അടിയേറ്റ് താഴെ കിടന്ന അടിമ എന്റെ സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ ഉമയ്യത്തിന്റെ ചാട്ടവാടടിയേറ്റിട്ട് മരം കഴുകനെ പോലെ കൊത്തിക്കറിക്കുമ്പോ നിലവിളിച്ച അടിമയില്ലേ ബിലാൽ. ആ ബിലാൽ ഭാഗം വിളിച്ചു കൊണ്ടുവരുമ്പോ, വിനാഹത്തിന് വാങ്ങി വിളി കേൾക്കുമ്പോ ആരൊക്കെയാണോ മറുപടി കൊടുത്തിട്ട് പള്ളിയിൽ പോയത് അവര് മുഴുവനും ബിലാലിന്റെ പുറകെ ലബ്ബൈക വസഅദൈക യാ ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാലിന്റെ പുറകെ ഉണ്ടാവും. വാങ്ങി വിളിച്ചപ്പോ പള്ളിയിൽ പോയ ചെറുപ്പക്കാര് മഹ്ശറയിൽ ബിലാലിന്റെ പുറകിലുണ്ടാവും, എന്റെ ഇടത്തുണ്ടാവും, എന്റെ വലതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും, എന്റെ ഇടതു ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. എന്റെ തൊട്ടു നടുവിലായി എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ സയ്യിദുനാ ഹസൻ വൽ ഹുസൈൻ. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് മുഴുവൻ
മുഴുവനും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ പുറകിൽ നാളെ പരലോകത്തേക്ക് വരുന്ന കാഴ്ച ഒന്ന് കാണണ്ടേ ചെറുപ്പക്കാരാ. പാതിരാ സമയത്ത് ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടുമ്പോ ഈ വാക്കുകൾ വെറുതെ ആകരുത്, ഈ ദുആ വെറുതെ ആവരുത്, ഈ ഒരുമിച്ച് കൂടൽ വെറുതെ ആവരുത്. നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് പതികര പോലെ പാഞ്ഞു നടക്കുമ്പോ, പ്രാണഭയത്തോടെ പാഞ്ഞു നടക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിൽക്കാൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ പുറകിൽ നിൽക്കാൻ ഈ സംഭവം പറയേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, നബിയേ നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ. റസൂലുള്ളാഹിയോട് പറയുകയാണ്, നാളെ ആഖിറത്തിൽ വരുമ്പോ ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണേ നബിയേ. അത് പറയാതെ അങ്ങയുടെ വലത് നിർത്തല്ല യാ റസൂലുള്ളാഹ്. നമ്മുടെ മനോഭാവമല്ല, നമ്മളെ പോലെയല്ല. നിങ്ങളുടെയൊക്കെ ചിന്ത, ചിലരുടെയെങ്കിലും ചിന്ത എങ്ങനെയാ? അല്ലാഹുവേ, ഇയാളൊന്ന് നിർത്തിയാളൊന്ന് എഴുന്നേറ്റ് പോകാമായിരുന്നു, വന്ന് നിർത്തിയാൽ എഴുന്നേറ്റ് പോകാമായിരുന്നു. പൊന്നുമോനെ, കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് ഈ എഴുന്നേറ്റ് പോകുമ്പോ ആഖിറത്തിലേക്ക് കൈവെള്ളയിലൊന്നുമില്ലാതെ എഴുന്നേറ്റ് പോയിട്ട് കാര്യമെന്താ? റസൂലുള്ള പരലോകത്തിന്റെ പാരവശ്യത പറയുമ്പോ നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല തിരുദൂതരേ, നാളെ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ ഞങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബ, എന്നാൽ നിങ്ങൾ ദിവസവും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം എന്ന ദിക്ർ നിങ്ങൾ പതിവായിട്ട് പറഞ്ഞു. സഹോദരങ്ങളെ, അഹമ്മദ് കബീർ നമ്മളും തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് നാളെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് കാണുന്നതെങ്കിൽ ഈ കൂടിക്കാഴ്ച വിപരമാവണ്ട. ഇന്നു മുതൽ ജീവിതത്തിൽ ധാരാളമായിട്ട് പറയണം, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ 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 ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം. പഠിച്ചോളി സഹോദരങ്ങളെ, ഇത് വെറുതെ പറയണതല്ല, ഇത് വെറുതെ പറയണല്ല. നബിയെ വാളു നിർത്തല്ല നബിയെ, എന്തെങ്കിലും ഈ ഭയാനതൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ. ആ സമയത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ട് അതായിരുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം. വാളിന് വന്നിട്ട് കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ല, അതല്ലെങ്കിൽ വേറൊന്നിനെ പഠിപ്പിക്കാനല്ല. മനസ്സിൽ ഇഖ്ലാസ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വലുതാവാനുമല്ല, എന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെറുതാവാനുമല്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇരുകൂട്ടർക്കും വലുതാവാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ വാലിന്റെ മനസ്സ് നബിയെ നിർത്തല്ല നബിയെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ നബിയെ. അള്ളാഹു റസൂൽ അപ്പ തന്നെ വൈദ്യം മറുപടി പറഞ്ഞു, ഫൽസഫിയോ മെഹല്ല സക്ക വ മുൻതസിറൂ മെഹല്ലഹു. ആ സമയത്ത് ഒരു ഫിലോസഫിയെ പോലെ, ഒരു ലോജിക്ക് പോലെ, ഒരു തത്വശാസ്ത്രജ്ഞനെ പോലെ എന്നാ പറഞ്ഞു, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, നാളെ കയ്യിൽ എന്തെങ്കിലും ഇല്ലാതെ ആ പ്രിയപ്പെട്ട സഹാബത്തിന്റെ കൂടെ എല്ലാവരും അബൂബക്കറിന്റെ പുറകിൽ എന്റെ തൊട്ടടുവയിലെത്തണ്ട്, എന്റെ ഇടത് ഭാഗത്ത് ഉമറുണ്ട്, എന്റെ പുറകില് ബിലാലുണ്ട്, എന്റെ തൊട്ടു മുമ്പില് ഫാത്തിമയുണ്ട്. ഞാൻ എവിടെയാണ് റസൂലുള്ളാഹ്? ഉടനെ സദസ്സിൽ നിന്നൊരു ചോദ്യം വന്ന്, നബിയേ നബിയേ നബിയേ, അങ്ങയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച ഞാൻ എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനേ ലികുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്ന വറഫീഖി ഫീഹാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്, സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനേ നീയാണെന്ന്. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനേ നീയാണെന്ന് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹ്. ഇതിനേക്കാൾ വലിയൊരു പദവിയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു പദവിയുണ്ടോ?
എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലിരിക്കുമ്പോ ഒരു കൂട്ടുകാരനുണ്ട്. സ്വർഗത്തിലിരുന്ന് സ്വറ പറയാന്, സ്വർഗത്തിലിരുന്ന് തമാശ പറയാന്, സ്വർഗത്തിന്റെ ഭക്ഷണമിരുന്ന് ഒരുമിച്ച് കഴിക്കാന് ഉസ്മാനേ 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 റളിയല്ലാഹു അൻഹു, നീയാണ് സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരനെന്ന് നബിയുനാ റസൂലുള്ളാഹ്. തോന്നുന്നില്ല ഉസ്മാൻ റളിയല്ലാഹു ജീവിച്ചതും കഷ്ടമായിരുന്നു. ആ വന്ധ്യവയോധികന്റെ വഫാത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് ഇൻഷാ അല്ലാഹ് പറയും. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്തായി. ഖുർആൻ സ്തുതിച്ച അടിമ, ഖുർആൻ സ്തുതിച്ച അടിമ, അല്ലാഹു സ്തുതിച്ച അടിമ. ആ അടിമയുടെ മരണം ഏറ്റവും വലിയ മരണമായിരുന്നു. ഏറ്റവും വലിയ മരണമായിരുന്നു. ഖുർആൻ സ്തുതിച്ച അടിമയുടെ 3 സ്വഭാവങ്ങളുണ്ട്. ആ 3 സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് വേണം പിരിയാൻ. ശത ചെയ്യൂലേ? തീരണവരെല്ലാരും ഇരിക്കൂലോ? 10:30 അല്ലേ? ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് 3 ഗുണമുണ്ട്. ഈ 3 ഗുണവും ഇവിടെ നിറങ്ങുമ്പോ നമുക്ക് എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹു ഈ സദസ്സിൽ വന്നത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് അള്ളാഹു കാരണമാക്കി തരട്ടെ. ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഇപ്പോഴൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ ഇതെന്റെ ഇഖ്ലാസാണ്, ഇതെന്റെ ആത്മാർത്ഥതയാണ്, ഇവർ ചെയ്യുന്ന സേവനത്തോടുള്ള എന്റെ കടപ്പാട്. ലോകത്ത് ആര് തിരിഞ്ഞു നോക്കാത്തവരെ തിരിഞ്ഞു നോക്കാൻ കണ്ണുണ്ടായവരാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇങ്ങനെ ഒരു സദസ്സിൽ എനിക്ക് നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആളുണ്ടാവും അല്ലേ? സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ഇല്ല മനുഷ്യന്മാരെ, സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ആ നാട്ടിലെ ഏറ്റവും വലിയ സാധുവാരാ? ആ പള്ളിയിലെ മോദി. സാധു സംരക്ഷണ സമിതി മഹല്ലടിസ്ഥാനത്തിലുണ്ട്, ജമാഅത്ത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മഹല്ലിലെ ഏറ്റവും വലിയ സാധുവാരാ? എന്താ മടിയെന്താ? ആ മഹല്ലിലെ ഏറ്റവും വലിയ സാധുവാരാ? പള്ളിയിലെ മുക്രിയിലെ ശമ്പളം പറയും. വീട്ടില് മുഹീദ്ദീൻ, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ? റാത്തീബ് നടന്നിട്ട് നമ്മൾ കൈമടക്കി കൊടുക്കുമ്പോ പോലും ഖത്തീബിന് 300, അസിസ്റ്റന്റിന് 200, മുക്രിക്ക്. അപ്പോഴും അയാള് സാധു, അപ്പോഴും അയാള് സാധു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജോലി ചെയ്യുന്നത് വരാ അയാള്. ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആളാരാ? പള്ളിയിലെ മുക്രിയ. പക്ഷേ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന സാധുവും അയാളാണ്. മഹല്ലിന്റെ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുക്കും. ആ സമയത്ത് പള്ളിയിലെ മുഅദ്ദിന് ഒരു വിഹിതം, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ആരാകും? കുടുംബത്തിൽപ്പെട്ട സാധുക്കളെ നമ്മൾ സഹായിക്കുന്നുണ്ടാവും. പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന മുഅദ്ദിന്റെ മക്കൾ എത്ര പേര് കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ അടുത്തവിടെ പള്ളിക്കരടുത്തവിടെ വാതിൽ വന്നപ്പോ അവിടുത്തെ ഒരു പാവപ്പെട്ട മൊയ്ല് പിന്നെ 4 സഹോദരിമാരാണ് ഒരേപോലെ കെട്ടിക്കാൻ പ്രായമായി നിന്നു. ഞാനെന്നോട് പൈസ പിരിച്ച അതിനു വേണ്ടി. ഒരു പെൺകുട്ടിയുടെ ജീവിതം അള്ളാഹു ഖൈറിലാക്കി കൊടുത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അന്ന് അതിനു വേണ്ടി സ്വർണത്തിന്റെ വള ഉരുത്തുന്ന സഹോദരിമാരുടെ ആ സദസ്സിൽ പള്ളിക്കരയിൽ നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാ, ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാ, ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് പറയാതെ ഈ സദസ്സ് എത്ര കായാലും പിരിയുകയില്ല, കണ്ണീരോടെ എല്ലാവരും കേൾക്കാൻ കഴിയില്ല. പക്ഷേ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും മരുഭൂമിയിലൂടെ യുദ്ധത്തിന് വേണ്ടി പോവുകയാ, യുദ്ധത്തിന് വേണ്ടിയുള്ള സമ്പത്ത് ആർജിക്കുകയാണ്. അവിടെ മുഴുവൻ ക്ഷാമകാലഘട്ടമാ, സഹാബത്തിന്റെ കയ്യിൽ പൈസയില്ല, കച്ചവടമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ തടിച്ചുകൂടിയ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം അനിവാര്യമാണ്. ആരാണ് അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ ആരാ ആദ്യം ഒന്ന് സദഖ ചെയ്യുക? സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നബിയേ, അനയാ റസൂലല്ലാഹ്,
ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. അലയ്യ മിഅതു ബഈരിൻ വഹവാഫിരിഹാ. നബിയെ 100 ഒട്ടകത്തിന്റെ സർവ്വധനവും അതിന്റെ കടിഞ്ഞാനടക്കം അതിന്റെ പട്ടാളക്കാരനടക്കം 100 ഒട്ടകത്തിന്റെ സർവ്വധനവും ഞാൻ ഏറ്റു നബിയേ, ഞാൻ ഏറ്റു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? രണ്ടാമതും ചാടി എഴുന്നേറ്റ്, നബിയേ ഞാനുണ്ട് നബിയേ, 100 ഒട്ടകത്തിന്റെ ചെലവ് കൂടി ഞാൻ തരാ നബിയേ. 200 ഒട്ടകത്തിന്റെ ചെലവേറ്റെടുത്തു. മൂന്നാമതും ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? മാറി നിന്നില്ല, സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട്, യാ റസൂലല്ലാഹ് ഞാൻ തരാ നബിയെ. ഇനി 100 ഒട്ടകത്തിന്റെയും അതിന്റെ ചെലവും 3 പ്രാവശ്യമായി 300 ഒട്ടകത്തിന്റെ ചെലവേറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനെ ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. പണത്തിന് വേണ്ടി ജീവിച്ചതല്ല, സമ്പത്തിന് വേണ്ടി ജീവിച്ചതല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ തൊട്ടടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിലേക്ക് തന്റെ റിസാലത്തിന്റെ കരങ്ങൾ എടുത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാൻ, 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 നീ ഇന്ന് ചെയ്ത ഈ അമലുകൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും 3 പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞണേ, ഇനി നീ മരിക്കുന്നത് വരെ ഒരമലും ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഉറപ്പാണ് ഉസ്മാനെ, ഉറപ്പാണ് ഉസ്മാനെ. ഇനി നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ അമല് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ സഹാബി മരിച്ച കഥ നിങ്ങൾക്ക് കേൾക്കണോ? വഫാത്തിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ഇത്രയേറെ കഥയിൽ ഒരു സഹാബിയുടെ മയ്യത്തടക്കം നടന്നിട്ടില്ല. ഖുർആൻ സ്തുതിച്ച അടിമയുടെ കഥയാ ഇത് പറയുക. അല്ലാഹ് പറയുന്നു, ഉസ്മാൻ ആരെന്നറിയോ? രഹസ്യമായും പരസ്യമായും, രഹസ്യമായും പരസ്യമായും, രഹസ്യമായും പരസ്യമായും എന്റെ ദീനിന് വേണ്ടി സദഖ ചെയ്തതാണ് എന്റെ അടിമ. ഖുർആൻ സ്തുതിച്ച അടിമ എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാഹ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്ത് പറയുന്നതിന് മുമ്പ്, ഒരു വലിയ കാര്യം പറയുന്നതിന് മുമ്പ് 20, 21 തീയതികളിൽ ഈ വരുന്ന ശനി ഞായറും അത് നടക്കുകയല്ലേ? ഈ ആലുവ SP ഓഫീസിന്റെ പുറകിൽ എടയപ്പുറം മൈതാനിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരും ഒഴുകിയെത്തുകയല്ലേ? ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് അവസാനം 1 ലക്ഷം യാസീനോട് നമ്മൾ ദുആ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 1 ലക്ഷം യാസീൻ സയ്യിദന്മാരും ഈ പറയപ്പെട്ട മുഴുവൻ ഇമാമിങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ ഞാൻ ചെയ്യുന്ന സദഖയിൽ ഏറ്റവും നല്ല സദഖ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ നടക്കുന്ന എന്നാലും പട്ടിണി പാവങ്ങളായ ആലിമീങ്ങൾക്ക് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും പ്രതിഫലമുള്ള സദഖയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ കണ്ടെന്നറയിൽ താവൽ ഖദമിന്റെ പരിപാടി നടക്കുമ്പോ, വെളിപ്പാടകര നടക്കുമ്പോ ഈ പാവപ്പെട്ട ആലിമീങ്ങളുണ്ട്. ഇന്നലെ ഒരു മരിച്ചുപോയ ഉസ്താദിന്റെ മകനല്ലേ 50,000 രൂപ കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് പോയടേ. ഒരൊറ്റ സംഘടനകളെ പോലെയല്ല, ആര് തെറ്റിദ്ധരിപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവരുടെ പരിപാടിക്ക് 3ാമത്തെ പ്രാവശ്യം വരുന്നതെന്താ? വല്ലാഹി ഞാനൊരു അവസാന സമയത്തും ഇവരുടെ കൂടെ നിൽക്കുന്നതെന്താ? എല്ലാ റമദാൻ 29-ാം രാവിലും കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും ഖുർആൻ ഓതിയിട്ട് ഒരുമിച്ചിരുന്ന് ഖത്തമോദി ദുആ ചെയ്യുന്ന, തങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടി, സഹകരിച്ചവർക്ക് വേണ്ടി റമദാൻ 29-ാം രാവിലെ ഈ മുഴുവൻ ഇമാമിങ്ങളും ഹാഫിദീങ്ങളും ഒരുമിച്ചിരുന്ന് ഖത്തമോദിയിട്ട് ദുആ ചെയ്യുന്ന ഒരു ഏക സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് സഹോദരങ്ങളെ ഈ പാവങ്ങൾ നടത്തുന്ന ദഅവത്തുൽ ഖദമ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു റിവായത്ത് ശരിയാണെങ്കിൽ
അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാനും കൂടി മദീനത്തെ ഒരു ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ ആ വാതിൽ ഇങ്ങനെ കാവലി നിൽക്കുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് വഹി വന്നതുപോലെ, മണിനാദം വന്നതുപോലെ, ജിബ്രീലിന്റെ വഹി വന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയുകയാണ്, ഏ ബിലാലേ, ഏ ബിലാലേ, ഏ ബിലാലേ, ഇപ്പോൾ ഒരാള് നിന്റെ വാതിലിന്റെ തൊട്ടടുക്കൽ വരും. അയാൾക്ക് വേണ്ടി ഇഫ്തഹുലഹു ബാബാ, അയാൾക്ക് വേണ്ടി നീ വാതില് തുറന്നു കൊടുക്കുക. വബശ്ശിറുഹു ബിൽ ജന്നാ, എന്നിട്ട് സ്വർഗത്തെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. ഞാൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ സമയത്താരാ വാതില് വരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാരാ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു വാതില് മുട്ടി, വാതില് തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സ്വർഗത്തിന്റെ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ശ്രദ്ധിച്ച് കേൾക്കണേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ചാരത്തിലുണ്ട്. കുറെ കഴിയുമ്പോൾ വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഇനിയും ഒരാൾ വാതിൽക്കൽ വരും. അയാൾ വാതിൽ മുട്ടുമ്പോ തുറന്നു കൊടുക്കുക. വബശ്ശിറുഹു ബിൽ ജന്നാ, അല്ലാഹുവിന്റെ സ്വർഗം അയാൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെ നിന്നോ ശരീരി വന്നതുപോലെ, അതിന്ദ്രിയത്തിന്റെ ജ്ഞാനം വന്നതുപോലെ, ഏതോ ആത്മാവിന്റെ കവാടം തുറന്നതുപോലെ റസൂലുള്ള ശൂന്യതയിലേക്ക് നോക്കിയിട്ട് പ്രവചിക്കുകയാണ്, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, പ്രവചനങ്ങളുടെ സുൽത്താനെ, പിഴക്കാത്ത വചനമേ, നബി മുഹമ്മദ് മുസ്തഫ हमने हो गई पुष्टि फल के जमीन से. ഈ ഭൂമിയുടെ തന്നെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന പ്രവാചകരെ, ആ സമയത്ത് വാതിലൊരു മുട്ടുകേട്ടു. ഞാൻ പോയി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഓ മനുഷ്യനാണെന്നറിയാൻ വാതിൽ തുറക്കുമ്പോ ഫൈദാഹിയ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. ഉമറേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നേരെ വന്ന റസൂലുള്ളാഹിയുടെ ഇടത് ഭാഗത്തിരുന്നു. മൂന്നാമത് നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. അത്ര കുറെ നേരം കഴിഞ്ഞു. അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഈ മദീനത്തെ ഈത്തപ്പഴ തോട്ടത്തിന്റെ വാതിൽ ഇനി ഒരാൾ വന്ന് മുട്ടും. അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം. മൂന്നാമന് വേണ്ടി വബശ്ശിറുഹു ബിൽ ജന്നാ, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു വാക്ക് കൂടി കൂടുതൽ പറഞ്ഞു, അലാ ബൽവാ തുസീബു, അലാ ബൽവാ തുസീബു, അലാ ബൽവാ തുസീബു. ഇനി ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു മഹാപരീക്ഷണത്തിന്റെ പേര് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വാക്ക് പറഞ്ഞില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. ഇനി മൂന്നാമത് വരുന്ന ആൾ, അയാൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ അയാൾ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വരും. ഇതാരെന്നറിയാൻ ഞങ്ങൾ കാത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ പരീക്ഷണം കിട്ടുന്നതാർക്കാ? പൊന്നു ചെറുപ്പക്കാരെ, പരീക്ഷണത്തിന് തളരരുത്. ജീവിതം പരീക്ഷണമാണ്, ജീവിതം പരീക്ഷണമാണ്. ഏത് പരീക്ഷണം വന്നാലും തിരമാലകളുടെ മുകളിലൂടെ നടക്കുന്ന മുക്കുവനെ പോലെ പ്രതിബന്ധമെന്നുവന് ആത്മശക്തി തുഴയുന്നു ഞാൻ എന്റെ ജീവിത വഞ്ചി എന്ന പാടി തിരമാല തുഴയുന്ന മുക്കുവനെ പോലെ ഏത് പ്രതിസന്ധി വന്നാലും, കടബാധ്യത വന്നാലും, രോഗം വന്നാലും അല്ലാഹുവോട് പറയണ സ്വർഗം തരണേ അല്ലാ. ആരെന്നറിയാൻ കാത്തുനിന്നു. സന്ദർഭോചിതമായിട്ട് പറയുകയാണ്, പരീക്ഷണത്തിന് പതറരുത്, പ്രയാസത്തിന് ദുഃഖിക്കരുത്, കണ്ണുനീരൊഴുകരുത്, കഥനം പറയരുത്, കഥനങ്ങളിൽ മുടുകരുത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന പാഠമാണ്. ആ സമയത്ത് വാതിലൊരു മുട്ടുകേട്ടു. ഞാൻ പോയി വാതിൽ തുറക്കുമ്പോ ആ സമയത്തതാ ഫൈദാഹിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഫൈദാഹിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അലാ വാതിലൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. ഖുർആൻ സ്തുതിച്ച് അടിമ നിൽക്കുകയാ. ഫമർ റസഖനാഹു മിന്നാ റിസ്ഖൻ ഹസനാ ഫഹുവ
അടിമ വന്നു. ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടേക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനേ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, പക്ഷേ നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം വരാനുണ്ട്. അത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, നബിയേ ഏത് പരീക്ഷണം വന്നാലും കുഴപ്പമില്ല, തവക്കൽതു അലല്ലാഹ്. എന്തേ മക്കളെ പറയാൻ കഴിയുന്നില്ല? ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും പെങ്ങളെ തവക്കൽതു അലല്ലാഹ്. കടൽ മാലകൾ വീറിയിട്ട് നടന്നു പോയാലും തിരക്കടയിലുണ്ട്. ഏറ്റവും വലിയ ആടിക്കടലിന്റെ മധ്യത്ത് പോയപ്പോ കൊതുമ്പ് വെള്ളം തകർന്നു പോയിട്ട് ഈ തിരമാലകളുടെ ഇടയിൽ പെട്ട് ചാടിയാലും പറയണം തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. ആ പ്രയാസത്തിന്റെ സമയത്ത് നബിയേ എനിക്ക് അല്ലാഹു തവക്കുലുണ്ട് നബിയേ, അല്ലാഹ് തവക്കുലുണ്ട് നബിയേ, അല്ലാഹ് തവക്കുലുണ്ട് നബിയേ. അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രയാസം വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ രക്തത്തുള്ളി തെളിച്ച ആയത്തേടാ ആ മുസീബത്ത് വരുമ്പം അള്ളാഹ് എനിക്ക് കൂട്ടുണ്ട്. അതുകൊണ്ടാണ് വഫാത്തായപ്പോ രക്തത്തുള്ളി തെറിച്ച ആയത്തേടാ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വന്ന ഏറ്റവും വലിയ മുസീബത്തേടാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാവുക. ഇസ്ലാമിക സമൂഹം രണ്ട് ചേരിയായി, പരസ്പരം വാളും വെട്ടലുമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായില്ലേ? എന്റെ സമുദായത്തോട് കൽബിന് തൊട്ടിട്ട് ഞാൻ പറയുകയാണ്, പൊന്ന് സമുദായമേ, ഈ ചേരിപ്പോര് നല്ലതല്ല, ഈ ചേരിക്കുത്ത് നല്ലതല്ല, ഈ ഫ്ലെക്സ് കീറല് നല്ലതല്ല, ഈ പള്ളി നശിപ്പിക്കല് നല്ലതല്ല, ഈ ഹൗദിന് മരം കലക്കല് നല്ലതല്ല. ഈ സമൂഹത്തിന്റെ ആഭ്യന്തര കുഴപ്പമാണ് ഈ സമുദായത്തെ നശിപ്പിച്ചതെങ്കില് അറിവുള്ളവരോടും ഇല്ലാത്തവരോട് ഞാൻ പറയുകയാണ്, ഈ തൊഴിൽക്കുത്ത് അവസാനിപ്പിക്കണം, ഈ മത്സരം അവസാനിപ്പിക്കണം എന്ന് പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ഈ ഉമ്മത്ത് നിങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തആവുൽ ഖദമിന്റെ ബസീറത്തുള്ള പണ്ഡിതന്മാര് പലരും കുത്തിയപ്പോഴും തവക്കൽതു അലല്ലാഹ്. ഈ സമുദായം മറുപടി കേൾക്കാമെന്നതല്ല, പരിഹസിക്കാമെന്നതല്ല, പടച്ചറപ്പല്ലേ കൽവറിയുന്നവന്, പടച്ചറപ്പല്ലേ നമ്മളറിയുന്നവന്. അതുകൊണ്ടാണ് ഇവര് ക്ഷമയുടെ പാതയിലേക്ക് പോയത്. പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ? ഈ വരുന്ന സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രസ്ഥാനത്തോട് അലിവ് തോന്നിയില്ലേ? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ചുരുക്കി ഞാൻ പറയുകയാണ്, ആഭ്യന്തര കുഴപ്പമുണ്ടായി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. വീട്ടു തടങ്കലിലാക്കി ഊരി പിടിച്ച വാളുമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിന് കാവൽ നിന്നു എതിരാളികൾ. ഒരു തുള്ളി വെള്ളം അകത്തേക്ക് പോകുന്നില്ല, ഒരു തുള്ളി വെള്ളം അകത്തേക്കില്ല, ഒരൽപ്പം ഭക്ഷണം പോലും അകത്ത് കിടക്കാൻ കഴിയില്ല. ഭാര്യ മക്കൾ മുഴുവനും പട്ടിണിയിലാണ്. ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഖുർആൻ ഓതുകയാ. വെള്ളിയാഴ്ച ഖതീബ് ഓതാറില്ലേ? ജാമിഉൽ ഖുർആൻ കാമിലുൽ ഹയാ والإيمان أمير المؤمنين سيدنا عثمان بن عفان جميع القرآن أنفقكم على كثرا عثمان ذو النورين عنه رضي الله. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പാണ്. അസറിന്റെ സമയമായി. സഹോദരങ്ങളെ, നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. അസർ നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ കിടന്നങ്ങട് മയങ്ങിപ്പോയി. നോമ്പ് തുറക്കാൻ സമയമായി.
മയക്കത്തിലാണ്, ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല, ശത്രുക്കളെ കാത്തു നിൽക്കുകയാണ്. ആ മുസല്ലയിൽ കിടന്ന് മയങ്ങുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. ആരെയെന്നറിയോ? ആരെയാ സ്വപ്നം കാണേണ്ടത്? ആരെയാ? സൽമാൻ ഖാനെയാണോ? ലോകത്തിലെ 4ാമത്തെ ഹാൻസം? ആമിർ ഖാനെയാണോ? സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാടപ്രാവിന്റെ മുട്ടയുടെ വലിപ്പം പോലെ ഈ തോളത്തൊരു ഖാതമുൻ നുബുവത്തിന്റെ അടയാളമായി, മദീനയുടെ പച്ചക്കുപ്പയുടെ ആശ്ലേഷണമായി, അതാ ഫാത്തിമ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ പരിരംഭണമായി റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ഈ സംഘാടകരുടെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ആഗ്രഹത്തോടെ ഈ സദസ്സിന് ദുആയ്ക്ക് വേണ്ടി ഓരോരുത്തരും സദഖയിടുക. ഒരാളും ഒടിവാകരുത്. അല്ലാഹുവേ, ഈ സദസ്സിന് പങ്കാളികളാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. ഇവിടെ ശ്രദ്ധിച്ചു കേക്ക്. നല്ല ഒരു സദഖയും അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. റസൂലുള്ള സ്വപ്നത്തിൽ കാണുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടത്തുമർ റളിയല്ലാഹു അൻഹുവിന്റെ അവര് 3 പേര് സ്വർഗ്ഗത്തിലെ ഭക്ഷണം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാൻ പട്ടിണിയാണ് ഉസ്മാൻ? അതെ നബിയേ, നോമ്പ് തുറക്കാൻ പച്ചവെള്ളമില്ല ഉസ്മാൻ. ഇല്ല യാ റസൂലല്ലാഹ്, എന്നാൽ ഞങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലിരുന്ന് നോമ്പ് തുറക്കാൻ വരുന്ന ഉസ്മാൻ വരുന്ന നബിയേ. എന്നാ നാക്ക് തുറന്ന ഉസ്മാൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ കിടന്ന് വാ തുറന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് സ്വർഗ്ഗത്തിന്റെ ജലത്തുള്ളി താഴോട്ടൊഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചുണ്ട് നനച്ചു. മസ്ജിദ് നബവിയിൽ മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വാരി കോരി കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഹാബത്ത് മണരാരണ്യത്തിലൂടെ പോകുമ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ വിശക്കുമ്പോ ആ സമയത്ത് ജൂതം വെള്ളം കൊടുക്കാതിരിക്കുമ്പോ ആരായി കിണർ വാങ്ങിച്ചു തരിക? ഞാൻ തരാ നബിയേ. ഇന്നും ആ കിണർ മദീനത്തിന്റെ പേര് റൂമാ. ഇന്നും ആ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്ത കിണർ ഇന്നും ഈ സദഖയുടെ പര്യായം പോലെ ഭൂമിയിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന ഒരേ ഒരു മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖുർആൻ സ്തുതിച്ച അടിമ. 7ാമതൊരു സഹോദരൻ ഇവിടെ 66,666 സദഖ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഗൾഫിൽ പഠിക്കുകയാണ്. അല്ലാഹുവേ, ഉന്നത വിജയം നൽകണേ അല്ലാഹ്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. അവരെ സമ്പത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ എല്ലാവിധ ഖൈറാത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹോദരങ്ങൾ, അവസാന ദുആ ചെയ്യണം. മഗ്രിബിന്റെ സമയമായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചു. ആ സമയത്താണ് എതിരാളികൾ വാതിൽ തുറന്നിട്ട് അകത്തോട്ട് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. പുറകീന്ന് മൂർച്ചയുള്ള കുന്തം കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മുതുകത്തോട്ട് കുത്തിയിറക്കി. വാളിന്റെ അഗ്രഭാഗം വയറ് തുളച്ചു കീറിയിട്ട് കുട്ടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി. രക്തമിങ്ങനെ തരിച്ചൊഴുകുമ്പോ കയ്യിലിരിക്കുന്ന ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു വീഴുകയാ. സൂറത്തുൽ ബഖറയിലെ എനിക്കെന്റെ അല്ലാഹു മതി എന്ന ആയത്തിലേക്ക്. നാളെ ഉസ്മാനെ, നിനക്ക് സ്വർഗമുണ്ട്. അന്ന് നിനക്കൊരു മുസീബത്ത് വന്നാൽ നീ സഹിക്കണമെന്ന് പറഞ്ഞപ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അതേ അർത്ഥമുള്ള ആയത്തിൽ രക്തത്തുള്ളി വീണു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭാര്യ ഓടി വന്നു. വാൾ തലപ്പിലിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ദുന്നൂറൈനി, ഇരട്ട പ്രകാശത്തിന്റെ ഉടമയെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ കൊട്ടൽമാല പിച്ച് ചീന്തിയപ്പോ ഭാര്യ ഓടി വന്ന് അരുതേ എന്ന് വിളിക്കുമ്പോ എതിരാളിയുടെ വാൾ ആഞ്ഞു ചവിട്ടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ 2 കൈകൾ വെട്ടിമുറിക്കപ്പെട്ടു. 2 കൈകൾ മുറിക്കപ്പെട്ട് താഴെ വീണ ഭാര്യയെ കാലിന് പിടിച്ചു വലിച്ചു വെളിയിലോട്ട് എറിഞ്ഞു ശത്രുക്കൾ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കുട്ടൽമാല വെളിയിലോട്ട് ചാടുമ്പോ ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു വീടുമ്പോ
ആ രക്തത്തുള്ളികൾ ഖുർആൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആദ്യമായി ഇന്ന് കാണുന്ന രീതിയിൽ ഖുർആൻ ലിപി ഉണ്ടാക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി. അടിയും പിടിയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് പറയാറുണ്ട്, ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ എല്ലാവർക്കും ഒരു ദുഃഖമേ ഉള്ളൂ, എനിക്ക് രണ്ട് ദുഃഖമാണ്. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദുഃഖം, പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു സഞ്ചി തന്നിരുന്നു, ആ സഞ്ചി നഷ്ടപ്പെട്ടു പോയ ദുഃഖം. ഒരു ദിവസം വിശന്നപ്പോ നബി തങ്ങളുടെ അടുക്കൽ ഞാൻ പോയി, നബി ഒരു സഞ്ചി തന്നു. അബൂ ഹുറൈറ, എപ്പോ വിശന്നാല് കൈയിട്ടാ മതി, അതിന്റെ ഉള്ളിൽ നീത്തപ്പഴം വരും. ആ മാന്ത്രിക സഞ്ചി എനിക്ക് ആ ബഹളത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. ഇസ്ലാമിക ലോകത്തിനെല്ലാം നഷ്ടപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തും വഹിച്ചുകൊണ്ട് മദീനത്തുൽ ബഖീയിലേക്ക് മയ്യത്തടക്കാൻ സഹാബത്ത് പോകുമ്പോ സഹോദരങ്ങളെ, എതിരാളികൾ പാത്തിരുന്നിട്ട് കല്ലെറിയാൻ തുടങ്ങി. സഹാബത്തിനെ കല്ലെറിഞ്ഞു. അവസാനം ഏത് സഹിക്കാൻ കഴിയാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പൊതുറോഡിൽ വെച്ചിട്ട് സഹാബത്തോട് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു മരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ കൂട്ടുകാരൻ പൊതുനിരത്തിൽ ഒരാള് നോക്കാനില്ലാതെ, ഒരാളില്ലാതെ, ഏത് കാരണം വരാൻ കഴിയാതെ പൊതുജന മധ്യത്തിൽ നടുറോഡിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കിടന്നു. അവസാനം എല്ലാം ശാന്തമായി. സഹാബത്ത് വന്ന് വീണ്ടും മയ്യത്തെടുത്തു. ജന്നത്തുൽ ബഖീൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മയ്യത്തടക്കാൻ പോയപ്പോ എതിരാളികൾ സമ്മതിച്ചില്ല. ഇവിടെ അടക്കാൻ പറ്റില്ല, ജന്നത്തുൽ ബഖീൽ നിന്ന് വെളിയിലാക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ജന്നത്തുൽ ബഖീൽ അടക്കാൻ സമ്മതിച്ചില്ല. അവസാനം ജന്നത്തുൽ ബഖീലിന്റെ വെളിയിലാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തടക്കം ചെയ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ സിയാറത്തിന് പോയാൽ ജന്നത്തുൽ ബഖീലിന്റെ ഉള്ളിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത്. ഖബർ ബഖീലിന്റെ ഉള്ളിലാണ്, അല്ലേ? ബഖീലിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹാബിയുടെ വഫാത്ത്. എത്ര നന്നായി ജീവിച്ചു. ഖുർആൻ സ്തുതിച്ച അടിമ, ഇതാണ് ഖുർആൻ സ്തുതിച്ച അടിമയുടെ വഫാത്താണ്. ബഖീൽ അടക്കാൻ സമ്മതിച്ചില്ല, എറിഞ്ഞു, വെളിയിലടക്കി. പക്ഷേ അമവി കാലഘട്ടത്തിൽ ജന്നത്തുൽ ബഖീൽ വിശാലമാക്കി. ഉസ്മാൻ ഖബർ ഓട്ടോമാറ്റിക്കായിട്ട് ബഖീലിന്റെ ഉള്ളിലെ. ഞാൻ ഹജ്ജിന് പോകുമ്പോ എന്റെ കൂടെ 206 പേരുണ്ട്. അവരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുമ്പിൽ നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലെ കൂട്ടുകാരനാന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ റസൂലുള്ളാഹിയുടെ തൊട്ടടുത്ത, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തൊട്ടടുത്ത. പക്ഷേ മൂന്നാമത്തെ ഖലീഫ റസൂലുള്ളാഹിയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത മരുമകൻ എന്തേ വെളിയിലായി ഇത്ര അകലത്തിലെന്ന് നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അറിയാതെ മനസ്സ് പറഞ്ഞു പോയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് നേരെ നോക്കിയാൽ ഒരൊറ്റ വര വരച്ചാലെത്തുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ നേരെയാ. അങ്ങകലെയാണെങ്കിലും ആ ബന്ധത്തിന്റെ പൂർണ്ണത പോലെ, പ്രേമത്തിന്റെ ആവിഷ്കാരം പോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് നേരെ ഒരു വര വരച്ചാൽ എത്തുന്നത് എവിടേക്കെന്നറിയോ? അലാ സദരിൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ. അങ്ങനെ ഖുർആൻ സ്തുതിച്ച അടിമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അള്ളാഹു നമ്മുടെ ഇന്നത്തെ വഅദ് കബൂലാക്കട്ടെ. കബൂലാകണമെങ്കിൽ ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് 3 ഗുണമുണ്ടായിരുന്നു. ആ 3 ഗുണം ജീവിതത്തിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ചെയ്യോ ചെയ്യോ. ഒന്ന് രഹസ്യമായും പരസ്യമായും ധാരാളം സദഖ ചെയ്യുന്ന സ്വഭാവം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ.
പിരിക്കാൻ വേണ്ടിയല്ല, അള്ളാഹു നൽകട്ടെ. ജീവിതത്തിൽ ചെയ്യണം, രഹസ്യമായും പരസ്യമായും. നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ വന്നു, അന്ന് ഒരു നേരത്തെ നിനക്ക് 100 കൊടുക്കാനില്ല, 10 റുപ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ സദക്ക, അത് അവനവന്റെ കഴിവനുസരിച്ച് അള്ളാഹു നൽകട്ടെ. 2 സഹോദരിമാര് സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പരലോകത്ത് നിന്റെ പ്രതിഫലം നൽകണേ അള്ളാഹുവേ. പടച്ചവനെ ഒരു സ്വർണ്ണ മോതിരം അസുഖക്ഷിപ്പയാവൻ. ആരും എഴുന്നേക്കണ്ടോ? 3 കാര്യം പറഞ്ഞു തരട്ടെ, 3 കാര്യം പറഞ്ഞു തരട്ടെ. 1 സദഖ ചെയ്യുക. 2 ആണുങ്ങൾക്ക് ഇപ്പൊ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെയ്യോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണങ്കാലിന്റെ ഭാഗത്ത് നിന്ന് വസ്ത്രം മാറി കിടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ വസ്ത്രം മറച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ള അങ്ങനെ തന്നെ ഇരുന്നു. വെളിവായ ഭാഗം റസൂലുള്ള മറച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ വസ്ത്രം എടുത്തിട്ട് ആ വെളിവായ കാലിന്റെ ഭാഗം മറച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, അബൂബക്കർ വന്നപ്പോ മറച്ചില്ല, ഉമർ വന്നപ്പോ മറച്ചില്ല റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ എന്തേ നബിയേ നിങ്ങൾ മറച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണം കാരണത്താൽ മാറി നിൽക്കുന്ന മനുഷ്യനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നാണം കാണിക്കണ്ടേ? ഏറ്റവും വലിയ ലജ്ജയുള്ള സഹാബി, കാമിലുൽ ഹയാഇ വൽ ഈമാൻ, ഏറ്റവും വലിയ ലജ്ജയുള്ള പുരുഷൻ. നമ്മൾ സ്ത്രീകളുടെ ലജ്ജയെ കുറിച്ച് വളരെ പറയും. ഞാൻ നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസാ, ഘടികാരത്തിന്റെ സൂര്യ പുറകോട്ട് കറങ്ങട്ടെ, പുരുഷന് ലജ്ജ വേണം എന്ന് പറഞ്ഞ ഇത്തിരി പണം കൂടി ഒന്ന് ഗൾഫിൽ പോയി വന്ന രാവിലെ കെട്ടിക്കാറായ പെമ്മക്കളുണ്ടെങ്കിൽ ബർമുട ഇട്ടോട്ട് വാപ്പ നടക്കരുതെന്ന് ചുരുക്കും. എനിക്ക് പണമുണ്ട്, എനിക്ക് അത്യാവശ്യ സാമ്പത്തികമുണ്ട് എന്ന് 4 പേര് അറിയാതെ ഇപ്പോഴത്തെ അടയാളം എന്താ? ബർമുട. എനിക്ക് പണമുണ്ട്, ഞാൻ ഗൾഫിലാണ്, അത്യാവശ്യമൊക്കെ ആയി എന്നറിയിക്കാനുള്ള സിമ്പൽ ഏതാ? പെണ്ണിനല്ല, പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. ലജ്ജയുള്ള പുരുഷനാണ്. 3 ഗുണപാഠം ഇന്ന് പഠിച്ചിട്ട് പോയി. 2 ദിക്ർ പഠിച്ചില്ലേ? മറന്നാ? ഇന്നത്തെ മറന്ന? 2 ദിക്റും പഠിച്ചു, 3 ഗുണപാഠവും പഠിച്ചു. ഇത് ഇൻഷാ അല്ലാഹ് ജീവിതം. 1 സദക്ക, കടിയുന്ന പോലെ ചെയ്യും. എല്ലാ സദസ്സിലും ചെയ്യും. വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് വരുമ്പോ ഒടുക്കത്തിരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരെണ്ണം ഉറക്കമല്ലാത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ എനിക്കൊരു കോടീശ്വരൻ അറിയാം, മഹല്ലൊന്നും പറയില്ല, ഇന്നേ വരെ വെള്ളിയാഴ്ച ആൾ 1 രൂപ ഇട്ടിട്ട്. അയാൾക്കാണെങ്കിലോ എത്ര സമ്പത്തുണ്ടത്? 2 മക്കൾ, ആൺമക്കളാ. സമ്പത്തിന് ഇരിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ എഴുതി അളന്നാ പറ്റൂല. 2 കല്ലെടുത്തിട്ട് ഇങ്ങനെ അറിയണം. ആ കല്ല് പോണത് മൂത്ത മോൻ, ഈ കല്ല് പോയി ഇവിടെ ഇളയ മോൻ. അങ്ങനെ തിരിക്കാൻ പറ്റും. അത്രയ്ക്ക് സമ്പത്ത്. അള്ളാഹു സദക്കയുടെ സ്വഭാവം തരട്ടെ. 2 ലജ്ജ വേണം. ചെറുപ്പക്കാരൻ ലജ്ജ വേണം. ഈ ഇന്നർവെയർ മുകളിലും പാന്റ് താഴെയും കിടക്കുന്ന ഈ ആഭാസം അവസാനിക്കും. അള്ളാടെ റഹ്മത്തിന്റെ മട്ടുണ്ടാവില്ല. പിന്നെ ഇമാതിരി എന്താ അതിന്റെ പേര്? മുടി ഇങ്ങനെ വെക്കണ സാധനം ഇല്ല. ഈ കാന്തം മണ്ണിലിട്ടാ സാധനം ഇരിക്കണവരെ ഇരിക്കില്ല. മുടി എന്താ അതിന്റെ പേര്? ഉസ്താദ് പറഞ്ഞ സ്പൈക്ക്. അതെ, സ്പൈക്ക് ചെയ്യുക. ഈ ആഭാസം നിർത്തണം. പള്ളിയിൽ പോയാൽ പോലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു പുരുഷൻ മാന്യമായ രീതിയിൽ ചെറുപ്പക്കാരെ വേഷവിധാനം ചെയ്യണം. ഇത് ആഭാസമാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കൾ നോക്കൂല. ഇതിന് മാറണം. ചെയ്യോ? 1 സദക്ക, 2 ലജ്ജ, 3 ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറ് കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു. പൊന്നുമോനെ, ഒരു സ്വഭാവം ഉണ്ടാക്കണം. നാളെ മുതൽ സ്വർഗം ഉറപ്പിച്ച മുത്തക്കിയാണ് നീ. നിന്റെ പള്ളിപ്പറമ്പിലെ ഖബറ് കാണുമ്പം ഒരു തുള്ളി കണ്ണുനീര് ചാലിട്ടെടുക്കണം. വീട്ടിലെ മെത്തയും വിട്ട് പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറമാടും കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ.
നാളെ ശേരിൽ പുതിയാപ്പിളയെ പോലെ കണ്ണില് സുറുമയിട്ട് കുന്തിരിക്കവും വെച്ച് ഒരിക്കലും മണ്ണ് പറ്റാത്ത വെള്ള തുണിയിട്ട് കബറിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നിടെന്താ? വീട്ടിലെ വെത്തയും വിട്ട് വിരിഞ്ഞ് കാട്ടിനാറടി മണ്ണാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. പടച്ചവനെ, 6 അടി മണ്ണിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നത് കല്ലും മണ്ണുമല്ലേ? അന്ന് മുസാഫഹത്ത് ചെയ്യാൻ നിന്നവരെവിടെ? അഹമ്മദ് കബീർ 6 അടി ഒന്നും ഉണ്ടാവില്ല. കിളയ്ക്കുമ്പോ ഒരൽപ്പം കല്ല് കണ്ടാൽ വെട്ടുന്നവരൽപ്പം മാറ്റും. 6 അടി കുറഞ്ഞു, 6 അടിയില്ല. വെട്ടിയപ്പോ കല്ല് കണ്ടന്തറയിലെ പള്ളിയില് വെട്ടുന്നവര് തൂമ്പൊരൽപ്പം ഇങ്ങോട്ട് മാറ്റി. 6 അടി പോലും ഇല്ല. മലന്നിങ്ങനെ കിടക്കുകയാണ് അഹമ്മദ് കബീർ. കാത്ത പ്രസംഗത്തിന് കാത്തിരുന്നത് എവിടെ? മുസാഫഹത്ത് ചെയ്തവരെവിടെ? ഉസ്താദെ എന്ന് പറഞ്ഞു പുറകെ നടന്നവരെവിടെ? കാത്തിരുന്ന മക്കളെവിടെ? കെട്ടിപ്പിടിച്ച ഭാര്യ എവിടെ? അല്ലാഹുവേ, മരണം പറയാതെ ഞാൻ അവസാനിപ്പിക്കാറില്ല. എന്തെന്നറിയോ? റസൂലുള്ളാഹിയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പ്രവാസകൻ വന്നിട്ടുണ്ട്. എന്തോ ഒരു വകലാണ്, എന്തൊരു പ്രസംഗമാണ് നബിയെ. ജനലക്ഷങ്ങൾ കേൾക്കാൻ കാത്തു നിൽക്കുകയാ. റസൂലുള്ള ചോദിച്ചു, ആ പ്രസംഗിക്കുന്ന ആളും മരണത്തെ കുറിച്ച് വകത് പറയുവോ? ഇല്ല നബിയെ, മരണത്തെ കുറിച്ച് പറയാറില്ല. എന്നയാള് നല്ല പ്രഭാഷകനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഞാൻ മരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു നല്ല പ്രഭാഷകനാക്കട്ടെ. ഇഹത്തിലും